ഹായ്, ഇന്ന് നമുക്ക് കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചീഫ് പ്രൊമോട്ടർ ഷുഡ് ഇൻവെസ്റ്റ് ദ ഷെയർ സസ്പെൻസ് എമൗണ്ട് ടു ദ ഫിനാൻസിംഗ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഓർ ഇൻ എനി അതർ ബാങ്ക് അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് എമൗണ്ട്. ആൻസർ 14 ഡേയ്സ്. അതായത് ചീഫ് പ്രൊമോട്ടർ ഷെയർ സസ്പെൻസ് എമൗണ്ട് കിട്ടി 14 ദിവസത്തിനുള്ളിൽ ഫിനാൻസിംഗ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും ബാങ്കിലോ നിക്ഷേപിച്ചിരിക്കണം. ആസ് പെർ സെക്ഷൻ 94 സബ്സെക്ഷൻ 6, if he is not deposit the share suspense amount to financing within 14 days, he shall be punishable for a fine up to ആൻസർ 10,000. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ചീഫ് പ്രൊമോട്ടർ ഷെയർ സസ്പെൻസ് എമൗണ്ട് 14 ദിവസത്തിനുള്ളിൽ ഫിനാൻസിംഗ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബാങ്കിലോ നിക്ഷേപിച്ചില്ലെങ്കിൽ അദ്ദേഹം പണിഷബിൾ ആണ്. 10,000 രൂപയായിരിക്കണം അദ്ദേഹം ഫൈൻ അടയ്ക്കേണ്ടി വരിക. നേരത്തെ അമെൻമെന്റിന് മുമ്പ് 5,000 ആയിരുന്നു, ഇപ്പോൾ ഇത് 10,000 രൂപയാണ്. നെക്സ്റ്റ്, Apex or Central Society refusing the application for affiliation, the appeal should be given to the registrar within dash days. Answer 30 days. അഫിലിയേഷൻ നമ്മൾ പഠിച്ചതാണ്. അഫിലിയേഷൻ്റെ കേസിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനായിട്ട് ടൈം ലിമിറ്റ് ഇല്ല. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. ഇനി അപ്പീൽ തീരുമാനം 60 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം. Next, for convene special general body meeting for change liability, at least dash clear days notice has to be given. Answer 7 clear days. ചേഞ്ച് ഓഫ് ലയബിലിറ്റിയുടെ കാര്യത്തിലും പിന്നെ സെക്ഷൻ 14A പ്രകാരം സെക്ഷൻ 14A പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് DCB ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ആ കേസിലും 7 ക്ലിയർ ഡേയ്സ് നോട്ടീസാണ് കൊടുക്കുന്നത്. 2 കേസിലും. ബാക്കിയുള്ള കേസിലൊക്കെ 15 ക്ലിയർ ഡേയ്സ് നോട്ടീസാണ്. ഈ ചേഞ്ച് ഓഫ് ലയബിലിറ്റിയുടെയും സെക്ഷൻ 14A പ്രകാരവും 7 ക്ലിയർ ഡേയ്സ് നോട്ടീസാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് മെമ്പർഷിപ്പ് അപ്പീൽ ഷുഡ് ബി ഡിസ്പോസ്ഡ് വിത്തിൻ ആൻസർ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. മെമ്പർഷിപ്പൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതൊക്കെ പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റി 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കണം. ഇങ്ങനെ മാനേജിംഗ് കമ്മിറ്റി 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കാം. ആ റിക്വസ്റ്റിൽ മേലിൽ 1 month 1 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ തീരുമാനം എടുത്തിരിക്കണം. ഇനി 1 മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റീപ്രസെൻറ്റേഷൻ കൊടുക്കാം. അപ്പോൾ അതിന്മേൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. റിട്ടേൺ റിക്വസ്റ്റ് ആണെങ്കിൽ 1 മാസത്തിനുള്ളിലും റീപ്രസെൻറ്റേഷൻ ആണെങ്കിൽ 30 ദിവസത്തിനുള്ളിലും തീരുമാനമെടുക്കണം. ഇനി ഈ റീപ്രസെൻറ്റേഷൻ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ രജിസ്ട്രാറുടെ പവറുള്ള ഒരാളാണ് ഡിസിഷൻ എടുക്കാതിരുന്നാൽ രജിസ്ട്രാർക്കും, രജിസ്ട്രാറാണ് ഡിസിഷൻ എടുക്കാതിരുന്നാൽ ഗവൺമെന്റിനുമാണ് റീപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്. ഇനി മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ അത് 15 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കന്റിനെ അറിയിച്ചിരിക്കണം. അപ്പോൾ ആ ആപ്ലിക്കന്റിന് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാൻ സാധിക്കും. ഈ അപ്പീൽ മേൽ തീരുമാനം 2 മാസത്തിനുള്ളിൽ എടുത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where a person admitted to membership without knowing he is ineligible for membership or subsequently become ineligible, he may removed by dash. Answer മാനേജിംഗ് കമ്മിറ്റി. റൂൾ 16 സബ് റൂൾ 3 അനുസരിച്ചിട്ട് മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു മെമ്പറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അദ്ദേഹം ഇനെലിജിബിൾ ആണെന്ന് അറിയാതെ മെമ്പർഷിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ മെമ്പറായി തുടരുന്ന സമയത്ത് അദ്ദേഹം അയോഗ്യനായി തീരുകയോ ആണെങ്കിൽ ഒരു മാനേജിംഗ് കമ്മിറ്റിക്ക് ആ മെമ്പറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റൂൾ 16 സബ് റൂൾ 4 അനുസരിച്ചിട്ട് രജിസ്ട്രാർക്ക് ഒരു അംഗത്തിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഇനെലിജിബിളായുള്ള ഒരു അംഗത്തെ മാനേജിംഗ് കമ്മിറ്റി റിമൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് റിമൂവ് ചെയ്യാം. രജിസ്ട്രാർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് പുറത്തോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു മെമ്പറിന്റെയോ ഫിനാൻസിംഗ് ബാങ്കിന്റെയോ ഒക്കെ അപേക്ഷയുടെ പുറത്തോ രജിസ്ട്രാർക്ക് മെമ്പറിനെ റിമൂവ് ചെയ്യാം.
നമുക്കിത് ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. മെമ്പർഷിപ്പിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. കോപ്പറേറ്റീവ് ലോയുടെ അമെൻമെൻറ്റിന് ശേഷമുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാവേ. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് എക്സ്പൾഷൻ, അപ്പീൽ ഷാൽ ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ ആൻസർ 2 months. എക്സ്പൾഷൻ്റെ കേസിലും മെമ്പർഷിപ്പിൻ്റെ കേസിലും അപ്പീൽ ഡിസിഷൻ എന്ന് പറയുന്നത് 2 months ആണ്. അപ്പോൾ എക്സ്പൾഷൻ്റെ കേസിൽ എക്സ്പൾഷൻ ചെയ്തു റിസൊല്യൂഷനൊക്കെ പാസ്സാക്കി 15 days നോട്ടീസൊക്കെ കൊടുത്തു, കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തു, അദ്ദേഹം പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. ഈ അപ്പീൽ മേൽ രജിസ്ട്രാർ 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കണം. നെക്സ്റ്റ്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 published as official government notification. Answer is 7th June 2024. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 പബ്ലിഷ്ഡ് ആസ് ഒഫീഷ്യൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ 7 June 2024. നെക്സ്റ്റ്, ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ആൻസർ M. കമലം. ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ M. കമലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഇനാഗുറേറ്റ് ദ സഹകരണ നവരത്നം കേരളീയം പ്രോഗ്രാം. ആൻസർ G. സുധാകരൻ. ഹൂ ഈസ് ഇനാഗുറേറ്റ് ദ സഹകരണ നവരത്നം കേരളീയം പ്രോഗ്രാം. G. സുധാകരൻ. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 2 QC, സ്പെഷ്യൽ ഓഫീസർ മീൻസ് ആൻ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ. സെക്ഷൻ 2 QCയിലാണ് സ്പെഷ്യൽ ഓഫീസറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്ന രജിസ്ട്രാറാണ്. അദ്ദേഹം അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസർ ആയിരിക്കണം. നെക്സ്റ്റ്, സെക്ഷൻ 2SA ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ ട്രാൻസ്ഫറി ബാങ്ക്. സെക്ഷൻ 2SA ട്രാൻസ്ഫറി ബാങ്ക്. ട്രാൻസ്ഫറി ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് കേട്ടോ. സെക്ഷൻ 2SB ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ ട്രാൻസ്ഫറർ ബാങ്ക്. സെക്ഷൻ 2SB ട്രാൻസ്ഫറർ ബാങ്ക്. സെക്ഷൻ 2SAയിൽ ട്രാൻസ്ഫറി ബാങ്കും സെക്ഷൻ 2SBയിൽ ട്രാൻസ്ഫറർ ബാങ്കുമാണ് പറയുന്നത്. ട്രാൻസ്ഫറി ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? DCB ആണ്. അപ്പോൾ ട്രാൻസ്ഫറർ ബാങ്ക് DCB. നെക്സ്റ്റ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ 1 district. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1 district ആണ്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2Vയിലാണ്. നെക്സ്റ്റ്, രജിസ്ട്രാർ ഷുഡ് ബി ആൻ IAS ഓഫീസർ റെക്കമെൻഡഡ് ബൈ ആൻസർ VL മേത്ത കമ്മിറ്റി. VL മേത്ത കമ്മിറ്റി ആണ് രജിസ്ട്രാർ ഒരു IAS ഓഫീസർ ആയിരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ റൂൾ 124A the appeal fees to be remitted by the rejection of application for registration of cooperative society by registrar is answer 5,000. റൂൾ 124A അനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അപ്പീൽ എമൗണ്ട് എന്ന് പറയുന്നത് ഫീസ് അടക്കണം. എമൗണ്ട് 5,000 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഷാൾ ഹാവ് ദ പവർ ടു റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി ഫോർ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ ജനറൽ പബ്ലിക്. ആൻസർ ഗവൺമെന്റ് ആൻഡ് രജിസ്ട്രാർ. ഇത് ചിലപ്പോൾ ഓപ്ഷൻ നൽകി ചോദിക്കാട്ടോ. ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ, ഗവൺമെന്റും രജിസ്ട്രാറും മാത്രം അങ്ങനെയൊക്കെ ഓപ്ഷൻ നൽകി ചോദിക്കാം. അപ്പോൾ സൊസൈറ്റിയെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യാനുള്ള അവകാശം രജിസ്ട്രാർക്കും ഗവൺമെന്റിനും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു അമെൻഡ് ഇറ്റ്സ് ബൈലോ. ജനറൽ ബോഡി. ഡാഷ് ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു അമെൻഡ് ഇറ്റ്സ് ബൈലോ. ജനറൽ ബോഡി. നെക്സ്റ്റ്, സൊസൈറ്റി ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഫങ്ഷൻസ് കാൾഡ് ആൻസർ കോമ്പോസൈറ്റ് സൊസൈറ്റി. ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. സൊസൈറ്റി ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഫങ്ഷൻസ് കാൾഡ് കോമ്പോസൈറ്റ് സൊസൈറ്റി. Next question, as per section 14A, the DCB should give a 7 clear days notice to all the members, creditors, debtors to withdraw their shares, deposits and loans within a period of dash days from the date of such notice. അതായത് ആൻസർ വരുന്നത് 30 days ആണ്. അതായത് സെക്ഷൻ 14Aയിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ലയബിലിറ്റി ഓഫ് DCB ടു കേരള ബാങ്ക് ആണ്.
അപ്പോൾ ഡി സി ബിയുടെ അസറ്റ് ലയബിലിറ്റിയും കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഡി സി ബിയുടെ മെമ്പേഴ്സിനും ഡെറ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒരു 7 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുത്തിരിക്കണം. ആ നോട്ടീസ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഷെയറോ ഡിപ്പോസിറ്റോ ലോണോ ട്രാൻസാക്ഷൻസോ ഒക്കെ പിൻവലിക്കാവുന്നതാണ്. Any share capital contribution or financial assistance to the subsidiary institutions from the society shall be allotted with the prior approval of answer registrar. Any share capital contribution or financial assistance to the subsidiary institutions from the society shall be allotted with the prior approval of the registrar. രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവലോടുകൂടി മാത്രമേ സൊസൈറ്റിക്ക് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ ആൻസർ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും ഒക്കെ ആരുടെ മുമ്പാകെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൊജക്ട് റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡി ഷാൽ ബി സബ്മിറ്റഡ് ടു ഡാഷ് ഫോർ ദ അപ്രൂവൽ ഓഫ് ഫോർമേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ ഗവൺമെൻറ്. അതായത് ഒരു 2-3 സൊസൈറ്റികൾ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അതിലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അത് അപ്രൂവായ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ആ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അതിനായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സൊസൈറ്റി തയ്യാറാക്കി ജനറൽ ബോഡിക്ക് മുമ്പാകെ വെച്ചിട്ട് ജനറൽ ബോഡിയിൽ നിന്ന് അത് പാസ്സാക്കി എടുത്ത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും. ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സെക്ഷൻ 14B പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. A promoting society may grant further financial assistance to the subsidiary institutions only by way of answer loans. A promoting society may grant further financial assistance to the subsidiary institutions only by way of loans. Last question. The registrar classify the society under Rule 15 according its answer principal objective. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂൾ 15 അനുസരിച്ചിട്ട് രജിസ്ട്രാർ സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നത്.